നമുക്ക് നേരെ തിരുവനന്തപുരത്തേക്ക് പോകാം. അവിടെ നഗരത്തിലെ കുടിവെള്ള പ്രശ്നം നാളെ രാവിലെ ഇവിടെ പൂർണ്ണമായി പരിഹരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഉറപ്പ് നൽകിയിരുന്നു. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അല്പസമയം മുൻപ് പുറത്തു വന്നത്. ജല അതോറിറ്റിക്ക് വീഴ്ച സംഭവിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം എന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ. എന്തായാലും ഇപ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിലെ ഈ പ്രശ്നം, കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ഈ സമരം ഇപ്പോൾ നടക്കുന്നത്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഹരി, ഈ രാത്രി നേരത്ത് ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം അത് ഏത് പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്നു? നാളെയോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കും എന്ന് മന്ത്രി തന്നെ ഉറപ്പ് നൽകിയതാണല്ലോ. പിന്നെ എന്താണ് ഇങ്ങനെ BJP കൗൺസിലർമാർ രാത്രി നേരത്ത് ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്? പ്രജൻ പ്രവിത, ഇന്ന് ഉച്ചയോടുകൂടി ഇത്തരത്തിലൊരു യോഗം ചേർന്നു. ഈ യോഗത്തിൽ തിരുവനന്തപുരത്തിന്റെ കൂടി ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടി ഉറപ്പ് നൽകിയതാണ് നാളത്തെ കൂടി ഈ തിരുവനന്തപുരം നഗരത്തിൽ ഈ ഉണ്ടായ പ്രതിസന്ധി, കുടിവെള്ളത്തിന്റെ പ്രതിസന്ധി അത് പരിഹരിക്കുമെന്നുള്ളത്. ഏതാണ്ട് 3-4 ദിവസമായി തിരുവനന്തപുരം നഗരത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ BJP പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മന്ത്രി ഉറപ്പ് നൽകിയതിനു ശേഷവും ഇത്തരത്തിൽ പല വാർഡുകളിലും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സഫീഷ്യൻ്റ് ആയിട്ട്, അതായത് വൃത്തിയായ രീതിയിൽ വെള്ളം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വെള്ളം എത്തുന്നില്ല. എത്തുന്ന വെള്ളം തന്നെ മലിനമാകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വാട്ടർ അതോറിറ്റി നൽകിയ ഉറപ്പ്, അതായത് പല ടാങ്കറുകളിലും എല്ലാ വാർഡുകളിലും വെള്ളം എത്തിക്കും എന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. അത് കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവർ ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ തിരുവനന്തപുരം നഗരസഭയിലെ ഈ BJP കൗൺസിലർമാർ അവരുടെ പ്രതിഷേധമാണ് ഇത്തരത്തിൽ നടക്കുന്നത്. ഇത്തരത്തിൽ അത് മാത്രമല്ല, ഇവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത്, ഇന്നത്തെ യോഗത്തിൽ ഈ BJPയുടെ അംഗങ്ങളെ അവിടേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതൊരു പ്രഹസനം മാത്രമായി ഒതുങ്ങി എന്നുള്ളതാണ്. എന്തായാലും അവരുടെ തന്നെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. ഏത് തരത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം? നാളെ 4 ദിവസം പിന്നിടുക. അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം ഇന്ന് തലസ്ഥാന നഗരത്ത് മുഴുവനും. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ അർദ്ധരാത്രിയിൽ തന്നെ പ്രതിഷേധവുമായി ഞങ്ങൾക്ക് വരേണ്ട സാഹചര്യമുണ്ടായത്. തലസ്ഥാന നഗരത്തെ അമ്മമാരും കുട്ടികളും ഒരു തുള്ളി വെള്ളത്തിനായി, ദാഹജലത്തിനായി സർക്കാരിനോട് യാചിക്കുകയാണ്. അത്തരത്തിൽ വലിയ പ്രതിഷേധം BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ഹരികൃഷ്ണൻ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എന്തായാലും നാളത്തോടുകൂടി പരിഹരിക്കുന്ന മന്ത്രി ഉറപ്പ് നൽകിയതിന് പിന്നാലെ എന്താണ് ഈ രീതിയിൽ കൗൺസിലർമാർ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നോക്കാം നാളെ അത് പരിഹരിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന്.